വീടിൻ്റെ അകത്തൊക്കെയാണോ ലാഡർ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. നമ്മളുടെ വീടിൻ്റെ മുകളിൽ പണി കഴിഞ്ഞിട്ട് അത് ഞാൻ താഴത്തേക്ക് ഇറക്കാനായിട്ടുള്ള ബന്ധപ്പാടിലൊക്കെ ആയിരുന്നു. അപ്പോൾ താഴത്തേക്ക് കോണി വഴി ഇറക്കി കൊണ്ടുവന്നപ്പോഴേക്കും എനിക്ക് ആകെ കിതപ്പ് പോലെ ആയപ്പോൾ ഞാൻ അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പൊടി പിടിച്ച പണികളൊക്കെ ചെയ്യുമ്പോൾ രണ്ടാളെയും എങ്ങനെയെങ്കിലുമൊക്കെ റൂമിൽ ഇരുത്താറാണ് കേട്ടോ പതിവ്. അല്ലെങ്കിൽ രണ്ടാൾക്കും എനിക്കുള്ളതാണ്, എല്ലാവർക്കും അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരെ ഞാൻ അവിടെ മാറ്റി കെടുത്തിയേക്കായിരുന്നു. പിന്നെ അടിക്കലും തുടയ്ക്കലും കോരലും അതൊന്നും പിന്നെ പറയണ്ടല്ലോ, ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ ഒരു ആലവട്ടം കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ഞാൻ ബ്ലൂ ത്രെഡിലൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൃഷ്ണൻ്റെ ആദ്യയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് വാങ്ങാനായിട്ട് ജിജി ചേച്ചിയും ചേട്ടനും കൂടെ നൈറ്റിൽ വരും. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണമായിരുന്നു. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഈ തുടക്കലും അടിക്കലും ഒക്കെ തന്നെയാണ്. അപ്പോൾ കല്യാണിക്കുട്ടി എപ്പോഴും എൻ്റെ നിഴൽ പോലെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ അലക്കല്ല് കെട്ടിയിട്ട് അതിന് നനയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നനച്ച് പിന്നെ നമ്മുടെ തക്കാളിയും ഇങ്ങനെ തക്കാളികൾ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇത് അതിൻ്റെ തക്കാളിയുടെ വെയിറ്റ് കാരണം നല്ലതുപോലെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രാവശ്യം ചിലപ്പോൾ തക്കാളി കിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാകെ ഒടിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. ഞാൻ വടിയൊക്കെ വെച്ച് കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഒടിഞ്ഞൊക്കെ തൂങ്ങി നിൽക്കുന്നത് പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതാണ് നമ്മളുടെ ആ ഒരു ആലവട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അവർ ഈവനിങ്ങിൽ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ നിൽക്കുമായിരുന്നു കേട്ടോ.